നമ്മൾ ന്യൂസ് ബസ് തുടക്കം മുതൽ ചർച്ച ചെയ്തു വന്ന വിഷയം എന്ന് പറയുന്നത് നെറ്റ് പരീക്ഷയിൽ എത്രയോ വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. വലിയ പിഴവുകളാണ് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിലെ ചോദ്യപേപ്പറുകളിലാണ് വ്യാപകമായി പിഴവുകൾ ചൂണ്ടിക്കാട്ടപ്പെട്ടത്. അതിൽ വസ്തുതാപരമായ തെറ്റുകൾ ഉണ്ടായിരുന്നു, അച്ചടിപ്പിശകുകൾ ഉണ്ടായിരുന്നു, വിവർത്തനത്തിലെ പിഴവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നീളുന്നു വീഴ്ചകൾ. ആവർത്തിച്ചുള്ള ചോദ്യങ്ങളും ഉൾപ്പെട്ടിരുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരിശോധനയിൽ കണ്ടെത്തി. സോഷ്യോളജിയിൽ ഹിന്ദി പരീക്ഷാ പരിഭാഷയിലും ഗുരുതര പിഴവുകളാണ് ഉണ്ടായത്. AI-യിലാണ് ചില ഭാഗങ്ങൾ തയ്യാറാക്കിയതെന്ന് വ്യക്തമായി. സോഷ്യോളജി ചോദ്യപേപ്പറിൽ അടിമുടി വീഴ്ചയുണ്ടായെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരിശോധനയിൽ വ്യക്തമായി. പുനഃപരീക്ഷയ്ക്ക് അധിക ഫീസ് നൽകേണ്ടതില്ലെന്ന് NT അറിയിച്ചു. YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ്, സംഭവിച്ച പിഴവുകളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഇവരെന്ത് ചെയ്യുകയായിരുന്നു ഈ ദേശീയ പരീക്ഷാ സംവിധാനത്തിന് കീഴിലുള്ള ആളുകൾ, അതിന് ചുമതല വഹിക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, ഇവരൊക്കെ എന്ത് ചെയ്യുകയാണ്? കിടന്നുറങ്ങുകയാണോ എന്ന് ചോദിച്ചു പോവേണ്ടി വരുന്ന അവസ്ഥയാണ്. കാരണം ചിലതിൽ പരിഭാഷ ചെയ്ത ചില കാര്യങ്ങൾ അത് AI-ക്ക് കൊടുത്ത് AI ആണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നു. അതിൽ മുഴുവൻ പിഴവുകൾ. ചിലത് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ അതേപടി ആവർത്തിച്ചിരിക്കുന്നു. ഒന്നും രണ്ടും ചോദ്യമൊന്നുമല്ല, 60-ലേറെ ചോദ്യങ്ങൾ ഒരുപോലെ ആവർത്തിച്ചിരിക്കുന്നു. വിവർത്തനത്തിലെ തെറ്റ്, പരിഭാഷയിലെ തെറ്റ്, ഇനി മറ്റ് വസ്തുതാപരമായ തെറ്റുകൾ, എന്തെല്ലാം തെറ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുകയാണ് അവിടുത്തെ ചുമതല വഹിക്കുന്നവർ? റോഷൻ, അത് ഇപ്പോഴും വ്യക്തത വരാത്തൊരു ചോദ്യമാണ്. ഈ ചോദ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ കണ്ടത്. അതൊരു വിജയമായി മാറി. മന്ത്രി തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അടുത്ത ഒരു പരാതി വരുന്നത്. അത് NTA പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. കനത്ത പ്രതിഷേധത്തിനൊടുവിൽ ഇന്നലെയാണ് 87 ഉത്തരസൂചികകളിൽ 84 എണ്ണം പുറത്തുവിട്ടത്. ജൂൺ 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ആയിരുന്നു പരീക്ഷ. 2 മാസത്തിനിപ്പുറം, 2 മാസം അടുക്കുന്ന ആ ഘട്ടത്തിലാണ് ഉത്തരസൂചികൾ പുറത്തുവിട്ടത്. അപ്പോഴും എന്തുകൊണ്ട് സോഷ്യോളജിയുടെയും ഇംഗ്ലീഷിന്റെയും കൊമേഴ്സിന്റെയും ഉത്തരസൂചികൾ പുറത്തു വരുന്നില്ല എന്നുള്ള ചോദ്യം ഉച്ചയോടുകൂടി പുറത്തു വന്നിരുന്നു. വൈകുന്നേരം അതിന് മറുപടിയായി വന്നത് പക്ഷെ ഉത്തരസൂചികയല്ല, അത് പരീക്ഷ തന്നെ മാറ്റാനുള്ള തീരുമാനം, പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം, പുനഃപരീക്ഷയിലേക്ക് തന്നെ കാര്യങ്ങളെത്തി. ഇതിനകത്ത് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് വിദഗ്ധ സമിതി അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ തന്നെ വിദഗ്ധ സമിതി രൂപീകരിക്കാൻ NTA ഒരുങ്ങുന്നു. അങ്ങനെയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓരോ കണ്ടെത്തലുകൾ കൃത്യമായി ഒന്ന് പറയാം. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ നെറ്റ് ചോദ്യപേപ്പറിൽ ഒന്നിലധികം പിശകുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആൻസർ കീ ചലഞ്ച് പ്രക്രിയയ്ക്ക് ശേഷം ചോദ്യങ്ങൾ ഒഴിവാക്കി അത് പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് എത്തിച്ചാൽ വലിയ ആശയക്കുഴപ്പം വിദ്യാർത്ഥികളിലേക്ക് എത്തുമെന്ന് ഈ വിദഗ്ധ സമിതി NTA ഉന്നതതല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രമുഖ പണ്ഡിതരുടെ തെറ്റായ പേരുകൾ നൽകി, ചിഹ്ന പിശകുകൾ, നിലവാരമില്ലാത്ത പദപ്രയോഗങ്ങൾ. സോഷ്യോളജി ചോദ്യപേപ്പറിലാണെങ്കിൽ അടിമുടി വീഴ്ചയാണ് ഉണ്ടായത്. പരീക്ഷയുടെ ഹിന്ദി പരിഭാഷ തന്നെ ആകെ കുളമായ സാഹചര്യം. ചില ഭാഗങ്ങൾ നിർമ്മിച്ചത് AI അധിഷ്ഠിത മോഡലിലാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇംഗ്ലീഷ് പേപ്പറിലെ 67 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നേരത്തെ പിക് പ്ലേറ്റിൽ റോഷനി സൂചിപ്പിച്ചതാണ്. 2024-25 പരീക്ഷയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത്തവണത്തെ സോഷ്യോളജി പരീക്ഷയിലെയും ഇംഗ്ലീഷ് പരീക്ഷയിലെയും ഭൂരിഭാഗം ചോദ്യങ്ങൾ ആവർത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഴയ ചോദ്യങ്ങൾ അതുപോലെ പകർത്തിയെടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു എന്നതാണ്. അതായത് NTA നേരത്തെ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർക്ക് കൈ കഴുകാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി തീർക്കാനായിരിക്കാം 67 ചോദ്യങ്ങൾ അതുപോലെ പകർത്തിയെടുത്ത് ഇപ്പോഴത്തെ പരീക്ഷയ്ക്കും പ്രസിദ്ധീകരിച്ചു എന്നതാണ് മറ്റൊരു ഗുരുതരമായ കണ്ടെത്തൽ. അങ്ങനെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഈ വിദഗ്ധ സമിതി അത് നൽകിയതിനെ തുടർന്നാണ് ആ റിപ്പോർട്ട് പ്രകാരമാണ് പുനഃപരീക്ഷ എന്നൊരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. നെറ്റ് പുനഃപരീക്ഷ എന്തായാലും സെപ്റ്റംബർ 9-നും 10-നും നൽകും, 10-ന് നടക്കും. അധിക ഫീസ് നൽകേണ്ടതില്ല എന്നാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്താനാണ് ഇത്തരം പ്രക്രിയ സ്വീകരിച്ചതെന്ന് NTA വീണ്ടും പറയുമ്പോൾ NTA വീണ്ടും വീഴ്ച സമ്മതിക്കുകയാണ്. രാജ്യത്തിന് മുന്നിൽ ആകെ നാണം കെട്ടിയിരിക്കുകയാണ് NTA. റോഷ്നി, അതിനെങ്ങനെയാണ് അഭിനന്ദ് ഈ കൃത്യത, സുതാര്യത എന്ന വാക്കുകളൊന്നും NTA കേട്ടിട്ടേ ഇല്ല എന്നുള്ള തരത്തിലാണ് നമുക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നത്.